ശ്രീമതി റോസമ്മ, ഇവിടെ നിങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ ഓണറേറിയത്തിൻ്റെ കുടിശ്ശിക നിങ്ങൾക്ക് വന്നു തുടങ്ങിയെന്ന് കേൾക്കുന്നുണ്ട്. എത്ര പേർക്കാണ് 13,200 രൂപ എന്ന് പറഞ്ഞാൽ മന്ത്രിയൊക്കെ വെച്ച് തള്ളുന്ന 13,200 രൂപ അക്കൗണ്ടിൽ വന്നവർ? ശ്രീമതി റോസമ്മ. ഇല്ല സർ, ആർക്കും 13,500 രൂപ വന്നിട്ടില്ല. കറക്റ്റ് 7,000 രൂപ പോലും കൃത്യമായിട്ട് വന്നിട്ടില്ല. ആകെ വന്നത് ഒരു മാസത്തെ ഓണറേറിയമാണ്. അതിൽ പലർക്കും 6,300, 6,400 ഈ തോതിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും 13,500 രൂപ വന്നിട്ടില്ല. വരണമെന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ശ്രീമതി റോസമ്മ, ഇപ്പോൾ നിങ്ങളുടെ സമരം ഇന്ന് 12ാം ദിവസമാണ്. 6ാം ദിവസം ആരോഗ്യമന്ത്രി ചർച്ച നടത്തി. അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു എനിക്ക് മാത്രം തീരുമാനമെടുക്കാൻ പറ്റില്ല, അവർക്ക് മാത്രം തീരുമാനമെടുക്കാൻ പറ്റില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചർച്ചയ്ക്ക് വരുന്ന മന്ത്രിയാണ് ഇതിൻ്റെ ബേസിക് ഹോംവർക്ക് നടത്തേണ്ടത്, നടത്തിയില്ല. ഇന്ന് സമരം 12ാം നാളാണ്. നിങ്ങൾ രാപ്പകൽ സമരത്തിലാണ്. പകൽ സമയം തൊക്ക് പൊള്ളിപ്പോകുന്ന കൊടുംവെയിലാണ്, രാത്രികാലത്ത് കൊതുകാണ്. ഈ സമരം എത്ര നാൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടോ ശ്രീമതി റോസമ്മ? സർ, എത്ര നാൾ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ അറിവില്ല. കാരണം നമ്മുടെ ഭരണകൂടം ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിച്ച് നടപ്പിലാക്കി ഉത്തരവ് കിട്ടുന്നതുവരെ ഞങ്ങൾ ഈ അനന്തപുരിയുടെ മണ്ണിലുണ്ടായിരിക്കും, സമരമുഖത്ത് തന്നെ ഉണ്ടായിരിക്കും. ഒരടി പോലും പുറകോട്ട് പോകില്ല. അനാവശ്യ സമരം എന്ന് പറഞ്ഞത് ധനമന്ത്രി കെ എൻ ബാലോ അനാവശ്യ സമരമാണ്, നിങ്ങളെ ആരോ കുത്തിയിളക്കി വിട്ടതാണെന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ ധനമന്ത്രിയായിരിക്കുന്ന കെ എൻ ബാലഗോപാലാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൈപ്പറ്റുന്നവർ നിങ്ങളാണ് എന്ന് പറഞ്ഞത് വീണ ജോർജാണ്. വീണ ജോർജ് പറഞ്ഞു നിങ്ങൾ ഡൽഹിയിൽ സമരമിരിക്കൂ, നിങ്ങൾക്കൊപ്പം സമരമിരിക്കാൻ ആരോഗ്യമന്ത്രിയും വരാമെന്നാണ്. ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താണ് ശ്രീമതി റോസമ്മ? സർ, ഞങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ് തരുന്ന ഓണറേറിയം കൃത്യമായി ആരോഗ്യമന്ത്രി എന്ന് ശമ്പളം മേടിക്കുന്നു ആ ദിവസം ഞങ്ങൾക്ക് കൃത്യമായി തരിക. അത് ഞങ്ങൾക്ക് കൃത്യമായി ഈ 21,000 രൂപ ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രിക്കൊപ്പം ഞങ്ങളും കേന്ദ്രത്തോട് സമരം ചെയ്യാൻ വരും, ഉറപ്പാണ്.